അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നേരിട്ടുള്ള പോരുമുറുകുകയാണ്. അമേരിക്ക ഉള്ളതുകൊണ്ടാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന ട്രംപിന്റെ പരിഹാസത്തിന് കടുത്ത ഭാഷയിലാണ് കാനഡ മറുപടി നൽകിയിരിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം നടന്ന ദാവോസിൽ വച്ചാണ് ഈ വൻ വിവാദത്തിന് തുടക്കമായത്. കാനഡ അമേരിക്കയുടെ ഫ്രീബി അഥവാ സൗജന്യങ്ങൾ പറ്റി ജീവിക്കുന്ന രാജ്യമാണെന്ന ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയൊരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ആയി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്ക് വിശദമായി നോക്കാം. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. ദാവോസിൽ വെച്ച് നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ മാർക്ക് കാർണി നടത്തിയ പ്രസംഗം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ലോകത്തിലെ വൻ ശക്തികൾ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് ചെറുകിട രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ഇതിനെതിരെ ഇടത്തരം രാജ്യങ്ങൾ ഒന്നിക്കണമെന്നുമാണ് കാർണി ആഹ്വാനം ചെയ്തത്. ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് വളരെ ഷാർപ്പായ വാക്കുകളായിരുന്നു. കാനഡയ്ക്ക് ഞങ്ങൾ ഒരുപാട് ഫ്രീബികൾ നൽകുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒട്ടും നന്ദിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. മാത്രമല്ല, അമേരിക്ക ഉള്ളതുകൊണ്ടാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന് മാർക്ക് ഓർക്കുന്നത് നല്ലതാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ കാനഡ നിലനിൽക്കുന്നത് അമേരിക്കയുടെ കരുണയിലല്ല, മറിച്ച് കനേഡിയൻ ജനതയുടെ കരുത്തിലാണ് എന്ന് കാർണി തിരിച്ചടിച്ചു. മാർക്ക് കാർണി തന്റെ പ്രസംഗത്തിൽ വളരെ ഗൗരവകരമായ ഒരു കാര്യം കൂടി പറഞ്ഞു. നിലവിലെ റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ അല്ലെങ്കിൽ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ആഗോളക്രമം ഇപ്പോൾ പ്രായോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. വലിയ രാജ്യങ്ങൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാമ്പത്തിക ഉപരോധങ്ങളും ടാരിഫുകളും ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കാനഡയെ പോലെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കാനഡ ഇപ്പോൾ മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ചൈനയുമായി പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടുകയും പ്രതിരോധ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. എങ്കിലും ട്രംപിന്റെ പുതിയ ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് പദ്ധതി കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ്. ഏകദേശം $175 ബില്യൺ ചിലവ് വരുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇത് $1.1 ട്രില്യൺ വരെ ആയേക്കാം. നോർത്ത് അമേരിക്കയെ മൊത്തത്തിൽ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ ഗോൾഡൻ ഡോം ലക്ഷ്യമിടുന്നത്. ഇതിനായി കാനഡയും വലിയൊരു തുക മുടക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. കാനഡ ഇതിനോടകം തന്നെ നൊറാഡ് സംവിധാനം നവീകരിക്കുന്നതിനായി $38.6 ബില്യൺ കനേഡിയൻ അനുവദിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന്റെ പുതിയ ഡിമാൻഡ് വരുന്നത്. ചുരുക്കത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പവർ ഷിഫ്റ്റ് നടക്കുകയാണ്. ട്രംപിന്റെ കർക്കശമായ നിലപാടുകളും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന മാർക്ക് കാർണിയെ പോലുള്ള നേതാക്കളും തമ്മിലുള്ള ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.